ഹായ് ഓൾ. അപ്പോൾ സമയം ഒരു 3 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈവനിങ് സമയത്തെ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മക്കളെ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാനും ഉണ്ട്, എൻ്റെ ചെറിയ മോനുണ്ട്. മക്കൾ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വണ്ടിയുടെ ഓണ് കേൾക്കുമ്പോൾ തന്നെ ചെറിയ മോന് ഭയങ്കരമായിട്ട് വെപ്രാളം കാണിക്കും കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് അവർക്കുട്ടാ. അവരും ഈ ഇത്ര നേരം കാണാതിരുന്നതിൻ്റെ ആ ഒരു പൊരിച്ചിലൊക്കെ അവരും കാണിക്കൂട്ടാ. എന്തോരം ഓടി വരണത് തന്നെ ഉണ്ണിനെടുക്കാൻ വേണ്ടിയിട്ടാണ്. പൈസ എന്തേന്ന് വെച്ചിട്ടാണ് ഓടി വരുന്നത്. പിന്നെ മറ്റാള് എന്താ പറയുക, ബാഗിലൊന്നുമില്ല, ഒരു ഡയറി മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര കനുള്ള പോലത്തെ ആക്ടിങ് ഒക്കെ ഇട്ട ആൾക്ക്. പിന്നെ അകത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ, കണ്ടില്ലേ. പിന്നെ കുറച്ച് നേരം ഇവനെടുത്തിട്ടുള്ള ചാട്ടോ ഓട്ടൊക്കെ ആയിരിക്കൂട്ടാ. പിന്നെ കുറേ കഥ പറയാനുണ്ടാവും. സ്കൂളിൽ ഉമ്മ എനിക്കിത് ഇഷ്ടമായി, ഇത് ഞാൻ കഴിച്ചു, ഇത് ഞാൻ കഴിച്ചില്ല, ഇതെനിക്ക് ഇഷ്ടമായില്ല, ഫ്രണ്ട്സ് തന്നു സ്നാക്സ്, ഞാൻ ഫ്രണ്ട്സിന് കൊടുത്തു, അങ്ങനെയൊക്കെ കുറേ പറയൂട്ടാ. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കണം. പഠിച്ചവനെ ഇവളെന്തീ കാണിക്കണം എന്നുള്ള രീതിയിലിട്ട് ചെറിയ മോനോട്ട് നോക്കണില്ലേ. പിന്നെ നിങ്ങൾ ബാക്കിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടി നല്ല മഴയായ കാരണം കൊണ്ട് അകത്താട്ട അതിൽ കെട്ടിയിട്ടിട്ടുള്ളത്. പിന്നെ വേഗം തന്നെ മക്കളെ കുളിപ്പിക്കാൻ വേണ്ടി കയറ്റി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേഗം മുടിയൊക്കെ കെട്ടി കൊടുക്കട്ടെ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മദ്രസ ഇവർക്ക് വൈകുന്നേരമാണ്, മോൾക്ക് മദ്രസ വൈകുന്നേരമാണുള്ളത്. അവരെന്നാണ് വേഗം ഫ്രഷ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. ഇന്ന് 4 കുട്ടികൾക്ക് ചായക്ക് നഴ്സറി പൊടി ഉണ്ടല്ലോ, അത് കട്ടൻ ചായ കൂടി കൊടുക്കാമെന്നിട്ട് കരുതണത്. അതാവുമ്പോൾ അവർ കഴിച്ചോളും. കോരി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, എൻ്റെ പോലെ തന്നെ. ഞാൻ എൻ്റെ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഈ അമൃതം പൊടി തന്നെ കേട്ടോ. നല്ല ഇഷ്ടമാണ് എനിക്കും എൻ്റെ മക്കൾക്കും. ഇക്കാക്ക് മാത്രം എന്ത് തന്നെ ചെയ്തു കൊടുത്താലും ആ ഒരു പൊടിയെ തീരെ ഇഷ്ടമല്ല. അതെന്താ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഒരു കുറച്ച് നേരമായല്ലോ, വേഗം തന്നെ ചായ കൊഴിച്ച് കുറച്ച് ചൂടാറുന്നു കേട്ടോ. എന്നാലാണ് ആ പൊടി കഴിക്കാൻ കുട്ടികൾക്ക് വായ കൊള്ളൂല്ലേ. പിന്നെ കട്ട പിടിക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് വേഗം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കൊണ്ട് വേഗം കഴിച്ചു. സൂപ്പറായിട്ടാന്ന് പറയുന്നുട്ടാ. പിന്നെ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. മക്കൾ കൊടുന്ന ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടില്ല. വൈകുന്നേരത്തേക്കുള്ളതും നാളെ ഉച്ചക്കുള്ളതും കൂടി വെക്കാമെന്നിട്ടാണ് കരുതണത്. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഉച്ചക്ക് വെക്കേണ്ട വന്നില്ല. അപ്പം ഞാൻ വേഗം തീപൂട്ടാന്ന് കരുതിയിട്ട് തീപൂട്ടിട്ടാം. വെള്ളം മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അരി ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിക്കണം, നല്ല വേവുള്ള അരി കാരണം. അതിൻ്റെ ഇടയിൽ മോള് വന്നു കേട്ടോ, മദ്രസയിൽ പോകാനായി സമയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തട്ടൊക്കെ ഇട്ടെടുക്കുക കേട്ടോ മോളെ മദ്രസയിൽ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. മോളെ പറഞ്ഞിട്ട് വേഗം ചെറുതിന് രാഗി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർത്തി അടിച്ചു കുറുക്കുണ്ടാക്കി കൊടുത്തതിന് ശേഷം മീൻ ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നുറുക്കി പാകാക്കി വെച്ചു കേട്ടോ. ഐസ് പിടിച്ചിരിക്കുന്നു. അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി, വലിയ കഷ്ണമായിരുന്നു, അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി. പിന്നെ അരി കഴുകി വേഗം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചെമ്പി കിട്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്.